Bye. I mean, not a solid bye. Welcome back. So, ഇന്ന് ന്യൂ ഇയർ 1 സമയം 6:55 വൈകുന്നേരം. സോ ന്യൂ ഇയർ കുറച്ച് സമയം കൊണ്ട് തീരാൻ പോകും. ദിസ് ഇയർ നോട്ട് ഗോയിങ് ടു ബി എ നോർമൽ ഇയർ ഫോർ മീ. മേ ബി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഓരോ വർഷം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയല്ല. ബട്ട് സ്റ്റിൽ ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് എൻ്റെ ലൈഫിൽ ഈ വർഷം ചിലപ്പോൾ ഉണ്ടാവും. സോ നമുക്ക് കുറച്ചുകൂടെ പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ നീക്കേണ്ടി വരും. അപ്പോൾ അതിനാദ്യം പ്ലാൻ വേണം. ഇത് 2025 ഡയറി, അത് ഖതം. ഇപ്പോൾ 2026 ഡയറി വാങ്ങണം. എനിക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ട്. ടു ദ പീപ്പിൾ ഹു ഡോണ്ട് നോ മീ, എനിക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ട്. പക്ഷേ 2026 തുടങ്ങി അതിലെ ഒരു ഫ്രഷ് പേജ് കുത്തിവരച്ച് കളയുന്നതിലും ഭേദം ഇതിലെ ഒരു ലാസ്റ്റ് പേജ് December 31 ഫ്രീ ആണ്. സോ അവിടെ നമുക്ക് എന്തൊക്കെയാണ് ചെക്ക് ലിസ്റ്റ് ചെയ്യാനുള്ളത് നമുക്കൊന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് ബ്ലിങ്കിറ്റിൽ പുതിയ ഡയറി ഓർഡർ ചെയ്യാം. ദെൻ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ. സോ എൻ്റെ കുറച്ച് പ്രയോറിറ്റീസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് 2026. എനിക്കങ്ങനെ റെസൊല്യൂഷൻ ഒന്നുമില്ല, ന്യൂ ഇയർ റെസൊല്യൂഷൻ. 2025 ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നെന്ന് ചോദിച്ചാൽ അല്ല. നന്നായിട്ട് കരഞ്ഞു, നന്നായിട്ട് സന്തോഷം എല്ലാം ഉണ്ട്. പക്ഷേ ബൈ എൻഡ് ഓഫ് ദിസ് ഇയർ 2025 എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ കൊള്ളായിരുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ഞാൻ വിഷമിച്ച കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഞാൻ ഓൾറെഡി അത് പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ആയതുകൊണ്ടാണല്ലോ ഞാൻ ഈ 31 വരെ എത്തുന്നതും ഇപ്പം ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുന്നതും. അതുകൊണ്ട് അങ്ങനെ റെസൊല്യൂഷനൊന്നും എടുക്കുന്നില്ല. വരുന്നിടത്ത് വെച്ച് കാണുക, അതിൽ നിന്ന് പഠിക്കുക, മുമ്പോട്ട് പോവുക, അത്രയേ ഉള്ളൂ. ആൻഡ് പിന്നെന്താ, സോ ദിസ് ഈസ് നോട്ട് എ റെസൊല്യൂഷൻ. ഇത് ജസ്റ്റ് എൻ്റെ പ്രയോറിറ്റി മാത്രമാണ് ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് ക്വാർട്ടറിലാണ്, അതായത് 25 ലാസ്റ്റ് ക്വാർട്ടറിലാണ് ഞാൻ എൻ്റെ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്ത് തുടങ്ങിയത്. സോ അപ്പോൾ ഈ വർഷവും അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ ഫോക്കസ് ഏരിയ എൻ്റെ ഹെൽത്തിനായിരിക്കും. ആൻഡ് ഹെൽത്ത് ഈസ് വെൽത്ത്. വെൽത്ത് കുറേ അതിലോട്ട് പോകുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. കാര്യം വയ്യാതെ കിടക്കുന്ന സമയത്ത് ആശുപത്രി കൊടുക്കുന്നതിൽ നല്ലതാണ് ഇപ്പോൾ ഇച്ചിരിയെങ്കിലും ഇവിടെ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ഐ ഫീൽ ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് ഇപ്രാവശ്യവും ഹെൽത്തായിരിക്കും മെയിൻ പ്രയോറിറ്റി. ഇപ്പോൾ ഈ ഡിസംബർ മാസം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്ന് ഞാൻ പിന്നെയും സ്വീറ്റ്സൊക്കെ കഴിച്ചു തുടങ്ങി, പിമ്പിളൊക്കെ വന്നു തുടങ്ങി. സോ ബാക്ക് ടു ട്രാക്ക് ആവണം. കാര്യം ഇതിങ്ങനെ ട്രാക്ക് ചെയ്യണം എന്ന് എഴുതി വെക്കുന്നതിൻ്റെ കാര്യം ഞാൻ ഇപ്പോഴും അതെൻ്റെ ഒരു ലൈഫ് സ്റ്റൈലായിട്ടില്ല. അത് ഞാൻ വർക്കൗട്ട് ചെയ്യണം, ഓക്കെ അത് ചെയ്യണം, ഡയറ്റ് നോക്കണം, അതൊക്കെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലായിട്ടില്ല. അതിപ്പോഴും ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ലൈഫ് സ്റ്റൈൽ ആവണമെങ്കിൽ ഈ ഒരു വർഷം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തേ പറ്റൂ. സോ ഹെൽത്ത് ആയിരിക്കും എൻ്റെ മെയിൻ പ്രയോറിറ്റി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പറയില്ല ഞാൻ. ഓക്കെ. സോ ഇത് പിന്നെ ഈ അക്കൗണ്ട് ഞാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ചായി കാണും. ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഐ ഹാവ് ആൻ അക്കൗണ്ട് ഇൻ യൂട്യൂബ് ഓൾസോ. അതെനിക്ക് ബോറടിച്ചിട്ട് ചുമ്മാ തുടങ്ങിയൊരു ചാനലാണ്. പക്ഷേ ഇവിടെ ഞാൻ കീപ്പ് അപ്ഡേറ്റ് ചെയ്യാം എന്ന് വെക്കുന്നത് എനിക്ക് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഐ ഹാവ് ടു എന്ന് പറയുന്ന ഒരു പോയിന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിവിടെ പോസ്റ്റ് ചെയ്യാം, ഇങ്ങനൊരു അക്കൗണ്ട് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചത്. അത്രേ ഉള്ളൂ. ഇപ്പോൾ വൈകുന്നേരം 7 മണിക്ക് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് എനിക്കറിയില്ല. ഇറ്റ്സ് വെരി ലേറ്റായി. എനിക്ക് ഒത്തിരി ലേറ്റായിട്ടായിരിക്കും ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്യുന്നത്. ഒരു ന്യൂ ഇയറിൻ്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് അങ്ങനെയൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ട് അത്യാവശ്യം നല്ല മടിയാണ്. സോ ഇന്നിനിയിപ്പം ഈ വീഡിയോ ഞാൻ ഇടുമോ എന്ന് പോലും എനിക്കറിയില്ല. കാര്യം ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു സ്പീഡ് അങ്ങനെ ഭയങ്കര സ്പീഡുള്ള വീഡിയോസ് ആൾക്കാർ കാണത്തുള്ളൂ. ഈവൻ ഞാൻ പോലും ഒരു നോർമലി 1 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ പോലും ഇപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ 2x കാണാൻ. ഞാനും അങ്ങനെ കാണുന്ന ഒരാളാണ്. ഭയങ്കര എന്താ അതിന് പറയുന്നത്, എന്തോ അതിന് പറയും, നമുക്കിങ്ങനെ ഒരു 30 സെക്കൻഡിന് മുകളിൽ ഇങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതിന് എന്തോ പറയും, ഞാൻ ആ വേർഡ് മറന്നുപോയി. ഓക്കെ, വാട്ട് എവർ.
അതുകൊണ്ട് എനിക്കറിയാം ഇത് അങ്ങനെ ഹിറ്റാവണോ ഹിറ്റാവുന്നില്ലോ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഞാനിപ്പോൾ തുടങ്ങുന്നതെന്ന് വെച്ചാൽ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കീപ്പ് അപ്ഡേറ്റ് ചെയ്താൽ ഓക്കെ. ഐ ആം റെസ്പോൺസിബിൾ ടു കീപ് ദിസ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞൊരു സാധനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിവിടെ ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, ആൻഡ് വേറെ ഒന്നുമില്ല. അപ്പം ഇനി ബ്ലിങ്കിറ്റിൽ ഇത് ഓർഡർ ചെയ്യുന്നു. എന്ത് ഡയറി, പുതിയ ഡയറി ഓർഡർ ചെയ്യുന്നു. ഇന്നത്തെ ഡയറി എഴുതുന്നു. നാളെ തൊട്ട് നമ്മൾ ഡെയിലി വ്ളോഗ്, മേ ബി ഐ വുഡ് സേ, നോട്ട് ഡെയിലി വ്ളോഗ്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചുമ്മാ സംസാരിച്ച് ഇടാം. കാര്യം അപ്പം എനിക്ക് എന്തെങ്കിലും ചെയ്താലല്ല സംസാരിച്ചിടാൻ പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടെങ്കിലും ഞാനൊരു മോട്ടിവേഷനിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഓക്കെ, ബൈ ബൈ. ബൈ ദ വേ, ഇൻ കേസ് എന്നെ അറിയാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ പേര് മൃദുല. എനിക്ക് 2026 വയസ്സായി. നാളും നക്ഷത്രവും ഒക്കെ ഞാൻ എന്തിനാ വയസ്സൊക്കെ പറഞ്ഞ വാട്ട് എവർ. എൻ്റെ പേര് മൃദുല.